ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിവാഹം, ബന്ധമോ ബന്ധനമോ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് വിവാഹമോചനം. അത് ഒരു പ്രക്രിയയായി മാറ്റിയിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ദൈവസാന്നിധ്യം എവിടെ ഇല്ലാതെ വരുന്നുവോ അവിടെയാണ് പ്രോബ്ലംസ് സ്റ്റാർട്ടാകുന്നത്. ഉദാഹരണത്തിന്, വിവാഹത്തിൻ്റെ 50 വർഷം പിന്നിട്ട് ജൂബിലി ആഘോഷിക്കുന്ന മുത്തശ്ശി കൗമാരം കടന്ന തൻ്റെ പേരക്കിടാവുമായി അനുഭവങ്ങൾ പങ്കിടുകയായിരുന്നു. പല പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു അവരുടെ വൈവാഹിക ജീവിതമെങ്കിലും 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ വിവാഹ ശുശ്രൂഷയിൽ ദൈവത്തിരുമുമ്പാകെ ചെയ്ത പ്രതിജ്ഞ അവരുടെ ബന്ധം കെട്ടുറപ്പുള്ളതാക്കി. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും മരണം വേർപെടുത്തും വരെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ആശ്വസിപ്പിച്ചും വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം എന്ന സത്യപ്രതിജ്ഞയാണ് അവർ എടുത്തത്. വിവാഹം ആജീവനാന്ത ബന്ധമാണ്. അത് ഒരിക്കലും മനുഷ്യരാൽ വേർപെടുത്തേണ്ടതായ ഒന്നല്ല എന്ന് ആ മുത്തശ്ശി പറഞ്ഞത് ആ പേരക്കുട്ടിക്ക് മനസ്സിലായി. നാം വചനങ്ങളിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതിന് അവൻ ശിക്ഷിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി ശിക്ഷിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രയാകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞതായി നാം ഇവിടെ കാണുന്നു. ആദാം ഏദൻ തോട്ടത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് ഉദാസീനതനായിട്ടാണ് എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് ഒരു തുണയായിട്ട് ആണ് ഹൗവായെ കൂട്ടായി കൊടുത്തത്. അതുപോലെ ദൈവനിശ്ചയത്താൽ നടക്കുന്ന വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നായിത്തീർന്നു. സമചിത്തതയോടുകൂടി വീക്ഷിക്കുന്നവർ മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും വിശിഷ്ടവും വിശുദ്ധവുമായി വിവാഹത്തെ കാണുന്നു. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ദൃഷ്ടാന്തീകരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഭാര്യാഭർത്തൃ ബന്ധത്തെ യോജിപ്പിച്ച് കൊണ്ടാണ് മിക്ക മതങ്ങളും എടുത്ത് കാട്ടി പറയുന്നത്. അത്ര ഉദാത്തമായ ഒന്നാണ് വിവാഹബന്ധം. മതപരമായ ചടങ്ങുകളിൽ കൂടിയും പ്രാർത്ഥനാപൂർവമായ അനുഷ്ഠാനങ്ങൾ കൂടിയും ഈ ബന്ധം സുസ്ഥിരമാക്കുന്നു. പരസ്പരം മോതിരം ഇടുന്നതും മാലയിടുന്നതും താലി കെട്ടുന്നതും മതാചാര്യന്മാരുടെ അനുഗ്രഹ ശിരസ്സുകൾ സ്വീകരിക്കുന്നതുമെല്ലാം ഈ ബന്ധത്തെ ഭദ്രമാക്കാനാണ്. വിവാഹത്തെക്കുറിച്ചുള്ള വികലമായ വീക്ഷണമാണ് അതിനെ ബന്ധനമാക്കുന്നത്. ആ വികലമായ വീക്ഷണത്തിന് ഇന്ന് സ്വാധീനവും പ്രചാരവും വർദ്ധിച്ചു വരുന്ന കാലത്ത് ആണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി എല്ലാ കുറവുകളെയും തരണം ചെയ്യുന്നതിനുള്ള ശക്തി പ്രാപിക്കുക എന്നതാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. വിവാഹ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ഓരോ വ്യക്തിയും പരസ്പരം തിരിച്ചറിയാൻ ആദ്യം ശ്രമിക്കണം. പരസ്പരം സഹായിക്കാൻ തയ്യാറാകണം, ക്ഷമിക്കണം, പൊറുക്കണം. എങ്കിൽ മാത്രമേ അത് ഒരു കുടുംബം ആകുകയുള്ളൂ. കൂടുമ്പോൾ ഇമ്പകരം കുടുംബജീവിതം എന്നാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ വിവാഹത്തെ മനുഷ്യ സൃഷ്ടിയിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒന്നായി നാം കാണണം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പ്രകാരം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. പരസ്പരം വിശ്വാസത്തിലും ആശ്രയത്തിലും അടിസ്ഥാനപ്പെട്ടതാണ് ദാമ്പത്യബന്ധം. സന്തോഷവും സംതൃപ്തിയും ശാന്തിയും പകരുന്ന അന്തരീക്ഷമാണ് കുടുംബത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ
ശ്വസിക്കേണ്ടതായ വായു എന്ന് പറയുന്നത് സ്നേഹം ആണ്. പരസ്പരം ഒന്നും ഒളിച്ചു വയ്ക്കാത്ത തുറന്ന ഒരു ജീവിതം ആണ് അവരുടെ ഇടയിൽ വേണ്ടത്. അപ്പോഴാണ് അതൊരു പുതിയ ജീവിതമായി തുടരുന്നതും. വിവാഹത്തിൽ നാൾ മുതൽ ഒരു പുതിയ അധ്യായം എന്നതുപോലെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക. ആ വിവാഹ ജീവിതം ഒരിക്കലും ഒരു ബന്ധനം ആയിരിക്കുകയില്ല. വിവാഹത്തിൻ്റെ ഭദ്രതയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പോരാടി മാത്രം മുമ്പോട്ട് ജീവിച്ചുവെങ്കിൽ മാത്രമേ അത് ഒരു അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, വിവാഹം കഴിച്ചത് രണ്ടുപേരല്ല, അവരുടെ ഇടയിൽ ഒരു ആൾ കൂടിയുണ്ട്, ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് ജീവിച്ചാൽ അവരുടെ ജീവിതം ഭദ്രമായിരിക്കും. രണ്ടു നേരം പ്രാർത്ഥന ഉള്ള ദമ്പതികൾ ഒരിക്കലും പൈശാചിക ചിന്തയാൽ ആകുലപ്പെടുകയില്ല. കുടുംബം എന്ന മഹസ്ഥാപനം ഉണ്ടാകണമെങ്കിൽ യോശുവയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളോട് ശേഖേമിൽ വെച്ച് പറഞ്ഞത് നാം നിരന്തരമായി പാരായണം ചെയ്യണം. 119-ാം സങ്കീർത്തനം 54-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു എന്നാണ്. ഭൂമിയിലെ പർദീസ ആണ് കുടുംബം. ഈ സത്യം മനസ്സിലാക്കി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർ ഒരിക്കലും ദുഃഖിക്കുകയില്ല എന്ന് മാത്രം അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.